ബീഹാറിൽ മറ്റൊരു പ്രശ്നം ഈ കുടുംബകലഹം. ലാലു കുടുംബത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അത് അതിരൂക്ഷമായിട്ടുണ്ട്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. MLA-മാരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ലാലുവിൻ്റെ ഈ പ്രതികരണങ്ങൾ. കുടുംബകാര്യങ്ങൾ വീട്ടിൽ തന്നെ പരിഹരിക്കപ്പെടുമെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ലാലു നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഈ RJD നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. കാരണം പെൺമക്കൾ പിണങ്ങിപ്പോകുന്നു, മറുഭാഗത്ത് NDA-യുമായി സഹകരിക്കാനുള്ള നീക്കങ്ങൾ ലാലുവിൻ്റെ മറ്റൊരു മകൻ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ടോ ഇപ്പോൾ? അതരഞ്ജിത്ത്, ഒടുവിൽ ലാലു തന്നെ കളത്തിലിറങ്ങുകയാണ്. കാരണം കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്ന സാഹചര്യമുണ്ട്. പാർട്ടി അതിൻ്റെ സമീപകാലത്തെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്ന സമയം. ആ ഘട്ടത്തിൽ തന്നെ കുടുംബത്തിൽ വലിയ തർക്കമുണ്ടാകുന്നു. ലാലു തന്നെ ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഇന്നലെ RJDയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്നിരുന്നു. ഈ യോഗം തേജസ്വിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. തേജസ്വി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയത് പോലും ഒരു നേരിയ നമ്പറിൽ മാത്രമാണ്. കാരണം ഒരു MLA കുറവുണ്ടായിരുന്നെങ്കിൽ, അതായത് RJDയുടെ MLA-മാരുടെ എണ്ണം 24 ആയിരുന്നെങ്കിൽ അവർക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമായിരുന്നില്ല. 25 MLA-മാരുണ്ട്. അങ്ങനെ ഒറ്റ നമ്പറിൻ്റെ വ്യത്യാസത്തിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇത്തവണ RJDക്ക് ലഭിക്കുന്നത്. അത്രമേൽ വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിക്കുണ്ടായി. ഏതായാലും ഈ യോഗത്തിന് ശേഷം ലാലു പ്രസാദ് യാദവ് MLA-മാരും പാർട്ടി നേതാക്കളുമായി സംസാരിച്ചു. ഭാര്യയും മുൻ മുഖ്യമന്ത്രി കൂടിയായ റാബ്രി ദേവി, ഒപ്പം ലോക്സഭാ അംഗം കൂടിയായ മൂത്ത മകൾ മിസ ഭാരതി തുടങ്ങിയവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ ലാലു സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ പാർട്ടി കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കൂ എന്നാണ് ലാലു പറഞ്ഞത്. കാരണം പാർട്ടിയെ ഇനിയും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു. കുടുംബത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അത് കുടുംബത്തിനുള്ളിൽ തന്നെ തീർക്കും എന്ന പ്രതികരണം ലാലുവിൻ്റെ ഭാഗത്ത് നിന്ന് നേതാക്കളോടും MLA-മാരോടും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും രോഹിണി ആചാര്യ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ രോഹിണി ആചാര്യ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അത് വലിയ തോതിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ തന്നെ പിടിച്ചു കൊടുക്കുകയാണ്. NDA അത് വലിയ തോതിൽ ആയുധമാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തേജസ്വി യാദവിനെതിരെ. കാരണം NDA നേതാക്കൾ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് കുടുംബത്തിൽ പോലും പിന്തുണയില്ലാത്ത നേതാവ് എന്നാണ് തേജസ്വി യാദവിനെ വിശേഷിപ്പിച്ചത്. ചിരാഗ് പാസ്വാൻ രോഹിണി ആചാര്യയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന കണ്ടു. കുടുംബത്തിൽ നിന്ന് നേരത്തെ പുറത്താക്കിയ തേജ് പ്രതാപ് യാദവ് മകനാണ്, അദ്ദേഹം അവർക്ക് പിന്തുണയുമായി രംഗത്ത് വരികയും തൻ്റെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ലാലുവിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ഏതായാലും ലാലു പ്രസാദ് യാദവ് നൽകുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം ചില സംഭവവികാസങ്ങൾ കൂടി ഉണ്ടാകുന്നു. RJDയുടെ ഭാവി, ഇതുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ലാലു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.